നെയിമിൽ 1, 2, 3 മിനി MCF ആണെങ്കിൽ നമുക്ക് ലോഗിൻ ചെയ്യാം. അല്ലാത്ത കേസിൽ ഓരോ മിനി MCFന് നമുക്ക് എന്ത് ചെയ്യണം, ഓരോ യൂസറെ ക്രിയേറ്റ് ചെയ്യണം. ഇപ്പൊ ഫസ്റ്റ് നെയിം എന്നുള്ളടത്ത് നമുക്ക് സാധാരണ രീതിയിൽ ഓരോ മിനി MCF നമ്മൾ മാപ്പ് ചെയ്തിട്ടുണ്ടാവും അതിന്റെ ലൊക്കേഷൻ വെച്ചിട്ടാണ്, ഏത് ഏരിയയിലാണ് ആ മിനി MCF ഉള്ളത് എന്നുള്ള രീതിയിലാണ് നമ്മൾ മാപ്പ് ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ ഇതിപ്പോ ജസ്റ്റ് വളവന്നൂർ പഞ്ചായത്തിന്റെ ഒരു ട്രെയിനിങ് പോർട്ടലാണ്. അപ്പോ ഇതിലൊരു വാർഡ് ഉണ്ട് തൂവക്കാട്. അപ്പൊ തൂവക്കാട് എന്നുള്ളൊരു ഏരിയയിലാണ് മിനി MCF ഉള്ളതെന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് നെയിം എന്നുള്ളത് ആ തൂവക്കാട് എന്ന് കൊടുത്തു, ആ മിനി MCF സ്ഥിതി ചെയ്യുന്ന ലൊക്കേഷന്റെ പേര് കൊടുത്തു. ലാസ്റ്റ് നെയിം എന്നുള്ളടത്ത് മിനി MCF, നമുക്ക് മിഡിൽ നെയിമിന്റെ ആവശ്യമില്ല. മിഡിൽ നെയിം നമുക്ക് നിർബന്ധമല്ല. അപ്പൊ ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, പിന്നെ യൂസർ ക്രിയേഷൻ ആണ്, യൂസർ നെയിം ക്രിയേറ്റ് ചെയ്യാം. അതായത് തൂവക്കാട് എന്നുള്ള ഏരിയയിലാണ് മിനി MCF സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് നെയിം തൂവക്കാട് എന്നുള്ളത് കൊടുത്തു, ലാസ്റ്റ് നെയിം എന്നുള്ളത് മിനി MCF എന്ന് കൊടുത്തു. ഇത് നമുക്ക് വരുന്നത് ഓരോ പഞ്ചായത്തിനും ഓരോ കോഡുകളുണ്ട്, ഓർഗനൈസേഷൻ കോഡ് ഉണ്ട്. അപ്പൊ ഇപ്പൊ ഈ വളവന്നൂരിന്റെ വരുന്നത് VNR എന്നാണ്. അപ്പൊ VNR കൊടുക്കുക, അണ്ടർസ്കോർ കൊടുക്കുക. തൂവക്കാട് കൊടുക്കുക, പിന്നെ മിനി MCF ഇത് ഓൾറെഡി ഒന്ന് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അതിന്റെ കൂടെ ഞാൻ യൂസർ എന്നുള്ളത് കൂടിയും പേര് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു രീതിയിലാണ് നമുക്ക് യൂസർ നെയിം ക്രിയേറ്റ് ചെയ്യേണ്ടത്. അതായത് ഏത് ലൊക്കേഷനിലാണോ ഒരു മിനി MCF സ്ഥിതി ചെയ്യുന്നത് ആ ലൊക്കേഷന്റെ പേര് നമുക്ക് എന്താ ഫസ്റ്റ് നെയിം ആക്കിയിട്ട് കൊടുക്കാം. ലാസ്റ്റ് നെയിം എന്നുള്ളടത്ത് മിനി MCF കൊടുക്കുക. പിന്നെ യൂസർ നെയിം ഈ ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും ആണെങ്കിൽ നമുക്ക് വീണ്ടും എഡിറ്റ് ചെയ്യാൻ പറ്റും. യൂസർ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എഡിറ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പൊ യൂസർ നെയിം കൊടുക്കുമ്പോൾ ആദ്യം പഞ്ചായത്തിന്റെ കോഡ് കൊടുക്കും. ഓരോ പഞ്ചായത്തിന് ഓർഗനൈസേഷൻ കോഡ് ഉണ്ടാകും. ആ കോഡ് കൊടുക്കുക, അണ്ടർസ്കോർ കൊടുത്തിട്ട് എവിടെയാണോ മിനി MCF സ്ഥിതി ചെയ്യണ പേര് കൊടുക്കുക. അതിന്റെ കൂടെ മിനി MCF യൂസർ എന്നുള്ള രീതിയിൽ കൊടുക്കുക. കാരണം ഒരുപാട് മിനി MCF ഉണ്ടാകുമ്പോൾ കറക്റ്റ് ആയിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഉള്ളത് നമുക്ക് ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. നമുക്ക് വരുന്നത് ഡേറ്റ് ഓഫ് ബർത്ത്. അത് നമ്മൾ ഡെമ്മി ആയിട്ട് ഒരു ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്താൽ മതി. പ്രോപ്പർ ആയിട്ടുള്ളത് വേണ്ടത് ഡെമ്മി കൊടുക്കുക. പിന്നെ ഒരു ജെൻഡർ വരുന്നിടത്ത് ഏതെങ്കിലും ഒന്ന് നമുക്ക് എന്ത് ചെയ്യാം, സെലക്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ വരുന്നതാണ് യൂസർ ടൈപ്പ്. അത് ശ്രദ്ധിക്കേണ്ടത് ഫീൽഡ് ലെവൽ ഉപയോഗിക്കുന്ന ഏതൊരു യൂസറിനും, ഇപ്പൊ ഹരിതകർമ്മസേന ആയാലും MCFിലായാലും മിനി MCFിലായാലും എല്ലാം നമുക്ക് യൂസർ ടൈപ്പ് വരെ മൊബൈലാണ്. ഫീൽഡ് ലെവലിൽ പോകുന്ന ഏതൊരു യൂസർക്കും യൂസർ ടൈപ്പ് മൊബൈൽ ആയിരിക്കും. വെബ് വരുന്നത് ഒഫീഷ്യൽസിനാണ്. അതുപോലെ വെബ് ആൻഡ് മൊബൈൽ എന്ന് പറയുന്നത് നമ്മൾ സൂപ്പർവൈസർ എന്നുള്ളൊരു ഇമാജിനറി പേഴ്സൺ, അതായത് ഹരിതകർമ്മസേനന്റെ യൂസറെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരു സൂപ്പർവൈസർ എന്നുള്ളത് നമ്മൾ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. അവരെ യൂസർ ക്രിയേറ്റ് ചെയ്യുക. എല്ലാ ഹരിതകർമ്മസേനയും ഒരു സൂപ്പർവൈസറിന്റെ അണ്ടറിലാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു സൂപ്പർവൈസറെ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. അത് നിലവിലൊരു ഇമാജിനറി പേഴ്സൺ ആയിട്ടാണ് ചെയ്യാറ്. അതിന് വേണ്ടിയിട്ടാണ് ഈ വെബ് ആൻഡ് മൊബൈൽ. ഇപ്പൊ മൊബൈൽ എന്നുള്ളത് യൂസർ ടൈപ്പ് മൊബൈൽ എന്നുള്ളത് യൂസേഴ്സ് ഫീൽഡിൽ ഉപയോഗിക്കണം. അതായത് ഹരിതകർമ്മസേന, മിനി MCF, MCF, RRF ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസർ ടൈപ്പ് മൊബൈൽ ഉപയോഗിക്കുക. വെബ് പോർട്ടൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്, ഒഫീഷ്യൽസിന് വേണ്ടിയിട്ടാണ് സാധാരണ വെബ് പോർട്ടൽ നമ്മൾ യൂസർ ടൈപ്പ് കൊടുക്കാറ്. അപ്പൊ ഇതിൽ എന്താ ചെയ്യുക, യൂസർ ടൈപ്പ് എന്നുള്ളത് മൊബൈൽ കൊടുക്കുക. പിന്നെ വരുന്നത് പാസ്വേഡ് ആണ്. പാസ്വേഡ് സാധാരണ നമ്മൾ കൊടുക്കാറ് 1 to 6, 1 മുതൽ 6 വരെയാണ് കൊടുക്കാറ്. അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, സബ്മിറ്റ് കൊടുക്കാം. സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ യൂസർ ക്രിയേഷൻ കഴിഞ്ഞു. ആ യൂസർ നെയിം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. അതിൽ കാണാൻ കഴിയും നമുക്കൊരു ഇനി എഡിറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലായിട്ടുണ്ട്. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ബാക്കി ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, എല്ലാം എഡിറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് വരുന്നത് കോണ്ടാക്ട് എന്നുള്ളതാണ്. മുകളിലെ ബാറിൽ ഫോൺ നമ്പർ കൊടുക്കാൻ, പിന്നെ വരുന്ന ചേഞ്ച് പാസ്വേഡ്, അപ്ഡേറ്റ് അഡ്രസ്. ഇതിപ്പോ നമുക്ക് നിർബന്ധമല്ല. ഈ ഒരു യൂസർ ആയതുകൊണ്ട് ഈ കോണ്ടാക്ട് നമ്പർ അതുപോലെ അഡ്രസ് നമുക്ക് നിർബന്ധമല്ല. പക്ഷെ പിന്നെ നമുക്ക് വരുന്നത് അസൈൻ ഓർഗനൈസേഷൻ ആണ്. അതിപ്പോ നിലവിൽ നമ്മൾ തൂവക്കാട് മിനി MCF യൂസർ എന്നുള്ളൊരു യൂസറെ ക്രിയേറ്റ് ചെയ്തു. ആ യൂസർ ഇനി ഏത് ഓർഗനൈസേഷനിലാണ് വർക്ക് ചെയ്യേണ്ടത്. ഓർഗനൈസേഷൻ എന്ന് പറയുന്ന പഞ്ചായത്ത് വരും. നമുക്കിതിൽ കാണാം ക്രിയേറ്റഡ്, അസോസിയേറ്റഡ്, ഗ്രാൻഡഡ്.
ഇതിൽ അസോസിയേറ്റഡിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഡീറ്റെയിൽസ് കിട്ടുക. അതായത് ക്രിയേറ്റഡിൽ ഡാറ്റ അവൈലബിൾ അല്ലെന്ന് കാണിക്കുക. കാരണം നമ്മളിതെല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത് ഡിസ്ട്രിക്ട് പോർട്ടൽ ആയതുകൊണ്ട് അസോസിയേറ്റഡിലാണ് ഇതെല്ലാം നമുക്ക് അസസ് ചെയ്യാൻ പറ്റുക. ഇപ്പൊ ഇതിൽ വളവന്നൂരിന്റെ ട്രെയിനിങ് പോർട്ടൽ ആയതുകൊണ്ട് ഇതിൽ വളവന്നൂർ ഗ്രാമപഞ്ചായത്ത് എന്നുള്ള ഒരു ഓർഗനൈസേഷൻ മാത്രമേ കാണാൻ കഴിയുള്ളൂ. ഇനിയിപ്പോൾ സാധാരണ ഓരോ പഞ്ചായത്തിന്റെ അഡ്മിൻ പോർട്ടൽ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ മിനി MCFകൾ MCFകളും മാപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഓർഗനൈസേഷൻ ആയിട്ട് ഇതിന്റെ താഴെ വന്നിട്ടുണ്ടാവും. അതായത് ഈ അസോസിയേറ്റ് നിലയിൽ ഈ അസൈൻ ഓർഗനൈസേഷനിൽ ഓരോ പഞ്ചായത്തിന്റെ പേരിന്റെ കൂടെ തന്നെ മിനി MCFകൾ അതുപോലെ MCFകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഓർഗനൈസേഷൻ ആയിട്ട് ഓട്ടോമാറ്റിക് ക്രിയേറ്റഡ് ആയിട്ട് ഇതിന്റെ താഴെ വന്നിട്ടുണ്ടാകും. ജസ്റ്റ് ഇതിൽ കാണുന്ന പോലെ ഈ ഒരു പേജിൽ കാണാം. ഇതിപ്പോ എടവണ്ണ പഞ്ചായത്തിന്റെ പോർട്ടലാണ്. അപ്പൊ അതിൽ കാണാം ഈ ഒരു രീതിയിൽ വന്നിട്ടുണ്ടാവും. ഇതിലിപ്പോ എടവണ്ണ ഗ്രാമപഞ്ചായത്ത് കാണാം, അവിടെ MCF ചെയ്തത്, മിനി MCFകൾ ചെയ്തത്. ഇതുപോലെ എന്താണ് ഓർഗനൈസേഷൻ ആയിട്ട് ഓരോ പഞ്ചായത്തിലും ഈ അസോസിയേറ്ററിന്റെ താഴെ വന്നിട്ടുണ്ടാവും. അപ്പൊ ഇതിലിപ്പോ അത് ഇല്ലാത്തത് കൊണ്ട്, ഒരു MCF ഇല്ലാത്തത് കൊണ്ട് ഞാൻ ജസ്റ്റ് ഈ പഞ്ചായത്തിന്റെ തന്നെ ക്ലിക്ക് ചെയ്യാണ്. അപ്പോ ഇവിടെ എന്ത് ചെയ്യണം? അസൈൻ ഓർഗനൈസേഷൻ നമ്മൾ യൂസ് ചെയ്ത തുവക്കാട് മിനി MCF യൂസർ എന്നുള്ളൊരു യൂസറെ, ഇതിപ്പോ ഒരു MCF ആണെന്ന് വിചാരിക്കും. അപ്പൊ വളവന്നൂർ ഗ്രാമപഞ്ചായത്ത് എന്നുള്ളൊരു മിനി MCF ആണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു? അതിലേക്ക് അവർ അസൈൻ ചെയ്ത് കൊടുത്തു. അതിലാണ് ആ യൂസർ നമ്മൾ വർക്ക് ചെയ്യേണ്ടത്. അത് അസൈൻ ചെയ്ത് കൊടുക്കുക. പിന്നെ ഡിഫോൾട്ട് ആയിട്ട് അതന്നെ വന്നിട്ടുണ്ടാകും. അത് നമ്മൾ എന്ത് ചെയ്യുക? സെലക്ട് ചെയ്യാം. ഇതിൽ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ ഒരു യൂസറെ ഒന്നിൽ കൂടുതൽ മിനി MCFിലേക്കാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് വിചാരിക്കുക. ഒരു യൂസർ നെയിം ഒന്നിൽ കൂടുതൽ മിനി MCFിലോട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഈ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് എന്താ ചെയ്യാം? മൾട്ടിപ്പിൾ ആയിട്ട് സെലക്ട് ചെയ്യാം. ഇപ്പൊ 3 മിനി MCFിലോട്ടും ഒരു യൂസറേനെ ക്രിയേറ്റ് ചെയ്യണതെങ്കിൽ ആ യൂസറിന്റെ കീഴിൽ ഈ അസൈൻ ഓർഗനൈസേഷൻ നിലയിൽ 3 മിനി MCFകൾ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? സെലക്ട് ചെയ്യാം. അതിൽ പിന്നെ ചെയ്യേണ്ടത്, അപ്പൊ ഡിഫോൾട്ട് ഓർഗനൈസേഷൻ ഇല്ലത് ആ 3 ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്താൽ മതി. കാരണം ഡിഫോൾട്ട് ഓർഗനൈസേഷൻ ആയിട്ട് നമുക്ക് ഒന്നേ സെലക്ട് ചെയ്യാൻ കഴിയുള്ളൂ. ഇപ്പൊ 3 ഒരു യൂസറിന് നമ്മൾ അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഡിഫോൾട്ട് ഓർഗനൈസേഷൻ ഉള്ളതിൽ ആ കൊടുത്ത 3 ഏതെങ്കിലും ഒന്ന് ഡിഫോൾട്ട് ഓർഗനൈസേഷൻ ആയിട്ട് കൊടുക്കുക. അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ തുവക്കാട് മിനി MCF യൂസർ എന്നുള്ള ഒരാളെ നമ്മൾ എന്താണ്, ഇപ്പൊ വളവന്നൂർ ഗ്രാമപഞ്ചായത്ത് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ വളവന്നൂർ മിനി MCFിലോട്ട് നമ്മളൊരു യൂസർ ആയിട്ട് അസൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ വരുന്നത് അവർക്കൊരു റോള് കൊടുക്കാനാണ്. അസൈൻ റോൾ. എന്താണ് അവരുടെ റോള്? അതായത് ഈ ഒരു മിനി MCFിൽ ഈ യൂസർ ഏത് റോളിലാണ് പ്രവർത്തിക്കേണ്ടത് എന്നുള്ളതാണ്. നമുക്കിവിടെ ഒരുപാട് റോളുകളുണ്ട്. നമുക്കിവിടെ ഫസ്റ്റ് ഇതിൽ 10 കാണിക്കുള്ളൂ. റോസ് പെർ പേജ് 100 ആക്കി കഴിഞ്ഞാൽ നമുക്ക് എല്ലാ റോളുകളും കാണാം. ഇപ്പൊ 24 റോൾ ഉണ്ടെങ്കിൽ 24 റോള് നമുക്ക് ഇതിൽ കാണാൻ കഴിയും. ഇതിൽ MCF യൂസർ ഉണ്ട്, RRF യൂസർ ഉണ്ട്, അതുപോലെ നമുക്ക് ഫസ്റ്റ് ആയിട്ട് മിനി MCF യൂസർ ഉണ്ട്. അപ്പൊ ഇതാണ് നമുക്ക് റോള് വരുന്നത്. മിനി MCF യൂസർ ആണ് ഇപ്പൊ നമ്മൾ ക്രിയേറ്റ് ചെയ്ത യൂസർക്ക് റോള് വരുന്നത്. അപ്പൊ ആ മിനി MCF യൂസർ നമ്മൾ സെലക്ട് ചെയ്യുക. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് മൾട്ടിപ്പിൾ ആയിട്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. പക്ഷെ ഇത് മൾട്ടിപ്പിൾ ആയിട്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക്, അതായത് മൊബൈൽ യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഒന്നിൽ കൂടുതൽ റോൾ വന്നിട്ടുണ്ടെങ്കിൽ അത് മൊബൈൽ ആപ്ലിക്കേഷനിൽ വർക്ക് ആവില്ല. ഇപ്പൊ മിനി MCF യൂസറിന്റെ കൂടെ ഇൻസിഡന്റ് റിസോൾവ് അതേപോലെ ഫ്രണ്ട് ഓഫീസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് മൊബൈൽ ആപ്ലിക്കേഷനിൽ വർക്ക് ആവില്ല. അപ്പോൾ അത് ശ്രദ്ധിക്കുക. നമ്മൾ ഒരു റോൾ തന്നെയല്ലേ സെലക്ട് ചെയ്തിട്ടുള്ളതെന്ന് ശ്രദ്ധിക്കുക. എന്നിട്ട് അസൈൻ ചെയ്ത് കൊടുക്കുക. അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഏത് റോൾ നമ്മൾ കൊടുത്തെന്ന് കാണാൻ കഴിയും. ഇനിയിപ്പോ അറിയാതെ നമ്മൾ ഒന്നിൽ കൂടുതൽ റോളുകൾ ഈ ഒരു യൂസറിന് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ റോൾസ് ബിലോങ്സ് ടു ദ കറന്റ് യൂസർ എന്നുള്ള സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് താഴെ വേറെ ഏതെങ്കിലും യൂസർ നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ടുണ്ടാകും. ജസ്റ്റ് എന്ത് ചെയ്യാം? അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് അൺഅസൈൻ ചെയ്യാം. ആ റോൾ ഒഴിവാക്കി കൊടുക്കണം. കാരണം ഈ യൂസറിൽ മൊബൈൽ യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഒന്നിൽ കൂടുതൽ യൂസർ അസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുമ്പോൾ അത് വർക്ക് ആവില്ല. ജസ്റ്റ് നമ്മൾ റോൾ കൊടുത്തു, അസൈൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ യൂസർ ക്രിയേഷൻ കഴിഞ്ഞു. അതായത് നമ്മൾ വെബ് പോർട്ടലിൽ ഒരു പഞ്ചായത്തിന്റെ അഡ്മിൻ പോർട്ടലിൽ ലോഗിൻ ചെയ്തിട്ട് യൂസേഴ്സ് ആൻഡ് ഓർഗനൈസേഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൽ യൂസർ സെലക്ട് ചെയ്ത് കഴിഞ്ഞ് ഇവിടെ ആഡ് ബട്ടൺ ഉണ്ട്. ആഡ് ബട്ടണിൽ പോയി കഴിഞ്ഞാൽ നമുക്കൊരു പേജ് കിട്ടും. അതിൽ ഫസ്റ്റ് നെയിം കൊടുക്കുക, ലാസ്റ്റ് നെയിം കൊടുക്കുക. യൂസർ നെയിം കൊടുക്കുമ്പോൾ പഞ്ചായത്തിന്റെ കോഡ് ഏത്
മിനി എം സി എഫ് സ്ഥിതി ചെയ്യുന്നത്, ആ ഏരിയ ലൊക്കേഷന്റെ പേര് കൊടുക്കുക, മിനി എം സി എഫ് യൂസർ എന്ന് കൊടുക്കുക, ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക, ജെൻഡർ യൂസർ ടൈപ്പ് നമ്മൾ ചെയ്യാതെ ആ 126 എന്നുള്ളത് കൊടുക്കുക. പിന്നെ നമുക്ക് മെയിൻ ആയിട്ട് ചെയ്യാനുള്ളത് അസൈൻ ഓർഗനൈസേഷൻ ആണ്. ഏത് ഓർഗനൈസേഷനിലാണ് ഈ യൂസർ വർക്ക് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അപ്പൊ അത് ക്രിയേറ്റഡ്, അസോസിയേറ്റഡ്, ഗ്രാൻഡഡ് ഉണ്ട്. അതിൽ അസോസിയേറ്റഡിൽ പോയാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ആ ഓർഗനൈസേഷൻ ലിസ്റ്റ് കാണിക്കാം. ഇതുപോലെ തന്നെ ഇതിന്റെ താഴെ നമ്മൾ ചെയ്ത മിനി എം സി എഫുകൾ ഉണ്ടെങ്കിൽ ഇതിന്റെ താഴെ അത് വന്നിട്ടുണ്ടാകും. അതിൽ ഏത് മിനി എം സി എഫിലോട്ടാണ് അല്ലെങ്കിൽ ഏത് എം സി എഫിലോട്ടാണ് അവരെ അസൈൻ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനി ഒന്നിൽ കൂടുതൽ മിനി എം സി എഫിലോട്ടാണ് അവർ അസൈൻ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ആ മൂന്നെണ്ണാണെങ്കിൽ മൂന്നെണ്ണം സെലക്ട് ചെയ്യുക. ഡിഫോൾട്ട് ആയിട്ട് ചെയ്യുമ്പോൾ ആ കൂട്ടത്തിൽ ഏതെങ്കിലും ഒന്ന്, ആ മൂന്നെണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് കൊടുക്കുക. ഇല്ലെങ്കിൽ ഏത് മിനി എം സി എഫിലോട്ടാണോ അവർ അസൈൻ ചെയ്യുന്ന മിനി എം സി എഫ് സെലക്ട് ചെയ്യുക. ഡിഫോൾട്ട് ആയിട്ട് അതേ മിനി എം സി എഫ് കൊടുക്കുക, അസൈൻ ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വരുന്നത് അസൈൻ റോളാണ്. ഏത് റോളാണ് അവർ യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അസൈൻ റോൾ എന്നുള്ളതിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മിനി എം സി എഫ് ഒരുപാട് യൂസേഴ്സ് ഉണ്ട്. അതിൽ ഈ ഏത് റോളാണ് നമുക്ക് കൊടുക്കേണ്ടത് എന്നുള്ളത് മിനി എം സി എഫ് യൂസർ ആണെങ്കിൽ മിനി എം സി എഫ് യൂസറിന് കൊടുക്കുക, എം സി എഫ് യൂസർ ആണെങ്കിൽ എം സി എഫ് യൂസറിന് കൊടുക്കുക, ആർ ആർ എഫ് യൂസർ ആണെങ്കിൽ ആർ ആർ എഫ് യൂസറിന് കൊടുക്കുക. അപ്പൊ നമ്മൾ മിനി എം സി എഫ് യൂസർ കൊടുത്തു, അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു യൂസറെ ക്രിയേറ്റ് ചെയ്തു. ഇത്രയുള്ള നമുക്ക് യൂസർ ക്രിയേറ്റ് ചെയ്യാൻ. ഇതേ രീതിയിൽ തന്നെയാണ് നമ്മൾ ഹരിതകർമ്മസേനന്റെ ആണെങ്കിലും ഒഫീഷ്യൽസിനാണെങ്കിലും യൂസർ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ മിനി എം സി എഫ്, എം സി എഫ്, ആർ എഫ് എല്ലാം ഒരേ രീതിയിലാണ് നമുക്ക് യൂസർ ക്രിയേഷൻ വരുന്നത്. അതിൽ ഓർഗനൈസേഷനിൽ മാത്രമേ മാറ്റം വരുള്ളൂ. ഇപ്പൊ എം സി എഫ് മിനി എം സി എഫ് ആകുമ്പോൾ അതായത് മിനി എം സി എഫുകൾക്ക് അല്ലെങ്കിൽ അതായത് എം സി എഫിലേക്കാണ് നമ്മൾ യൂസർ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ ഹരിതകർമ്മസേന ഇല്ലെങ്കിൽ ഒഫീഷ്യൽസ് ആകുമ്പോൾ അവർ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക പഞ്ചായത്തിലേക്കാണ്. അസൈൻ ഓർഗനൈസേഷൻ സെലക്ട് ചെയ്യുമ്പോൾ പഞ്ചായത്തായിരിക്കും സെലക്ട് ചെയ്യാം. ഇങ്ങനെയാണ് അപ്പൊ നമ്മളൊരു യൂസർ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതൊക്കെയാണോ? ഇതൊക്കെയാണോ? യൂസർ ക്രിയേഷനിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എല്ലാവർക്കും ഓക്കെ അല്ലേ? നമുക്ക് പി പി ടിയിൽ അത് തന്നെ പറഞ്ഞിട്ടുള്ളത്, നമ്മൾ ജസ്റ്റ് ചെയ്ത് കാണിച്ചു എന്നുള്ളൂ. പി പി ടിയിൽ പറഞ്ഞിട്ടുള്ള യൂസേഴ്സ് ആൻഡ് ഓർഗനൈസേഷൻ സെലക്ട് ചെയ്യുക, അതിൽ യൂസേഴ്സിനെ സെലക്ട് ചെയ്യുക, ആഡ് ബട്ടൺ കൊടുക്കുക. അത് കഴിഞ്ഞാൽ ഈ ഒരു പേജ് ഓപ്പൺ ആകുമ്പോൾ അതിൽ ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം എന്നുള്ളതെല്ലാം സെലക്ട് ചെയ്തിട്ട് പിന്നെ ഇവിടെ കോണ്ടാക്ട് വരുന്നുണ്ട്, ചേഞ്ച് പാസ്വേഡ് വരുന്നുണ്ട്, അപ്ഡേറ്റ് അഡ്രസ്സ്, അസൈൻ ഓർഗനൈസേഷൻ വരുന്നുണ്ട്. ഇതൊന്നും ഇപ്പൊ നമുക്ക് നിർബന്ധമല്ലാത്തത് കൊണ്ട്, കാരണം നമ്മളൊരു വ്യക്തി അല്ലാത്തത് കൊണ്ട് നമുക്ക് ഫോൺ നമ്പർ അതുപോലെ അഡ്രസ് ഒന്നും കൊടുക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഇപ്പൊ നിർബന്ധമല്ല എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് പിന്നെ ചെയ്യേണ്ടത് അസൈൻ ഓർഗനൈസേഷൻ. അസോസിയേറ്റഡിൽ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ കാണിക്കും. ഈ പി പി ടിയിൽ കാണുമ്പോൾ ഇതിപ്പോ കഴക്കൂട്ടം മിനി എം സി എഫ് പോലീസ് സ്റ്റേഷൻ എന്ന് കഴക്കൂട്ടം മിനി എം സി എഫ് 686 കഴക്കൂട്ടം മിനി എം സി എഫ് കാര്യവട്ടം ക്യാമ്പസ്. അപ്പൊ ഇങ്ങനെ ഒരു യൂസർ 3 മിനി എം സി എഫുകൾക്ക് വേണമെങ്കിൽ നമുക്ക് അസൈൻ ചെയ്ത് കൊടുക്കാം. അതാണ് ഇതിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഡിഫോൾട്ട് ഓർഗനൈസേഷൻ കൊടുക്കുമ്പോൾ അതിൽ ഏതെങ്കിലും ഒരു മിനി എം സി എഫ് ഡിഫോൾട്ട് ഓർഗനൈസേഷൻ ആയിട്ട് കൊടുക്കുക, അസൈൻ ചെയ്യുക. പിന്നെ വരുന്നത് അവർക്ക് റോള് സെലക്ട് ചെയ്യാനാണ്. ഏതാണ് അവരുടെ റോൾ എന്നുള്ളത് സെലക്ട് ചെയ്യുക, അസൈൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ യൂസർ ക്രിയേഷൻ കംപ്ലീറ്റ് ആയി. അപ്പൊ നിലവിൽ നമ്മൾ സർവേ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് വരുന്ന എല്ലാ പഞ്ചായത്തിനും വേണ്ടി യൂസർ ക്രിയേഷൻ ആണ്. ഇങ്ങനെ ഈ ഒരു ഇതിൽ ചെയ്ത് കഴിഞ്ഞാൽ യൂസർ ക്രിയേഷൻ കംപ്ലീറ്റ് ആയി. പിന്നെ ഉള്ളത് മൊബൈൽ ആപ്ലിക്കേഷൻ മിനി എം സി എഫ് ട്രാൻസ്ഫർ ഫ്ലോ. എങ്ങനെയാണ് മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് മിനി എം സി എഫിൽ നിന്നും നമ്മൾ വേസ്റ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്നുള്ളതാണ്. നമുക്കപ്പോ ഇതിന് പി പി ടി മാത്രമേ ഉള്ളൂ. അപ്പൊ അതൊന്ന് പറഞ്ഞു തരാം. നമ്മൾ സാധാരണ ലോഗിൻ ചെയ്യാൻ ഹരിതമിത്ര ആപ്പ് ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് യൂസറെയാണോ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്, ഓരോ മിനി എം സി എഫ് അല്ലെങ്കിൽ എം സി എഫ് ഏത് യൂസറെയാണോ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ആ യൂസർ നെയിം കൊടുക്കുക, പാസ്വേഡ് കൊടുക്കുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് പേജ് ഓപ്പൺ ആവുക. ഈ സെലക്ട് യുവർ ഓപ്ഷൻ സ്റ്റോക്ക് ട്രാൻസ്ഫർ എന്നുള്ള ഈ ഒരു പേജാണ് ഓപ്പൺ ആയിട്ട് വരിക. ഈ ഓപ്ഷൻ മാത്രമേ അതിൽ കാണിക്കുള്ളൂ. സ്റ്റോക്ക് ട്രാൻസ്ഫർ എന്നുള്ള ഒറ്റ ഓപ്ഷൻ മാത്രമേ അതിൽ കാണിക്കുള്ളൂ. അപ്പോൾ സ്റ്റോക്ക് ട്രാൻസ്ഫർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് പേജ് വരിക ഇങ്ങനെ ആയിരിക്കും. നോ ഡാറ്റ അവൈലബിൾ പറഞ്ഞിട്ട് ഈ ഒരു ബ്ലാങ്ക് പേജ് കാണിക്കും. അതിലൊരു ആഡ് ബട്ടൺ ഉണ്ടാവും. അതുപോലെ ഒരു ആഡ് ബട്ടൺ ഉണ്ടാകും. അപ്പൊ ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് പേജ് ഓപ്പൺ ആകുക ഈ രീതിയിലാണ്. റിക്വസ്റ്റ് ഡേറ്റ്. അപ്പോൾ ഏത് ഡേറ്റിലാണോ നമ്മൾ അത് ചെയ്യാൻ പോകുന്നത് അതിന്റെ താഴെ വരുന്ന ക്വസ്റ്റ്യൻ സെലക്ട് മിനി എം സി എഫ്. അതായത് ഏത് മിനി എം സി എഫ് ആണ് നമ്മളിപ്പോൾ സ്റ്റോക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ്.
അപ്പൊ നമ്മളൊരു യൂസർ നെയിം ഒരു മിനി എം സി എഫിന് മാത്രമാണ് ഒരു യൂസർ നെയിം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു മിനി എം സി എഫ് മാത്രമേ ഇതിൽ കാണിക്കുള്ളൂ. ഇനിയിപ്പോ ഒന്നിൽ കൂടുതൽ മിനി എം സി എഫിന് ഒരേ യൂസർ നെയിം ആണെങ്കിൽ ആ ഇപ്പൊ 3 ആണെങ്കിൽ 3 കാണിക്കും, അതുപോലെ ഇപ്പൊ 2 ആണെങ്കിൽ ഇതുപോലെ 2 ഇതിൽ കാണിക്കും. അപ്പൊ അതിൽ ഏത് മിനി എം സി എഫ് ആണോ നമ്മൾ സ്റ്റോക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പോണത് ആ മിനി എം സി എഫ് എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. പിന്നെ വരുന്ന ക്വസ്റ്റ്യൻ പറയുന്നത് ട്രാൻസ്ഫർ ടു ഏത് എം സി എഫിലോട്ടാണ് നമ്മൾ ഈ വേസ്റ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. മിനി എം സി എഫ് ഏത് എം സി എഫിലോട്ട്, ഇപ്പൊ ഒരു പഞ്ചായത്തിന് ഒന്നിൽ കൂടുതൽ എം സി എഫുകൾ ഉണ്ടെങ്കിൽ അതിൽ ഏതിലോട്ടാണ് ഇത് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇല്ലെങ്കിൽ ഒരു എം സി എഫ് മാത്രമാണെങ്കിൽ ആ എം സി എഫ് മാത്രം സെലക്ട് ചെയ്യുക. അപ്പൊ മിനി എം സി എഫിൽ നിന്ന് ഏത് എം സി എഫിലോട്ടാണ് സ്റ്റോക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. പിന്നെ വരുന്ന ക്വസ്റ്റ്യൻ ആണ് ട്രാൻസ്ഫർ സ്റ്റാറ്റസ് ബിഫോർ, അതായത് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുന്നേയുള്ള ആ മിനി എം സി എഫിന്റെ സ്റ്റാറ്റസ് എങ്ങനെയാണ്. സ്റ്റാറ്റസ് എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു പേജിൽ കാണാം. സ്റ്റാറ്റസ് ബിഫോർ ലിഫ്റ്റ് വേസ്റ്റ് എന്നതാ, അതായത് ആ മിനി എം സി എഫ് ഓവർഫ്ലോ ആയിരുന്നോ, ഫുൾ ആയിരുന്നോ, പാർഷ്യലി ഫുൾ ആണോ, അതോ എം ടി ആണോ. അതായത് നമ്മൾ സ്റ്റോക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിന്റെ മുമ്പ് എന്താണ് ആ മിനി എം സി എഫിന്റെ സ്റ്റാറ്റസ് എന്നുള്ളതാണ് കൊടുക്കേണ്ടത്. ഓവർഫ്ലോ ആണോ, ഫുൾ ആണോ, പാർഷ്യലി ആണോ, എം ടി ആണോ എന്നുള്ളത് കൊടുക്കുക. പിന്നെ ഫോട്ടോ ബിഫോർ സ്റ്റോക്ക് ട്രാൻസ്ഫർ, സ്റ്റോക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിന്റെ മുമ്പേ ഉള്ള ഒരു ഫോട്ടോ നമ്മൾ എന്ത് ചെയ്യണം, എടുക്കണം. ഫോട്ടോ നമുക്ക് സ്പോട്ടിൽ എടുക്കാനേ കഴിയുള്ളൂ, അപ്ലോഡ് ചെയ്യാൻ കഴിയില്ല. എടുത്തു വെച്ചൊരു ഫോട്ടോ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ആ സ്പോട്ടിൽ ഫോട്ടോ എടുത്തിട്ട് ഇതിലേക്ക് അപ്ഡേറ്റ് ചെയ്യാനേ കഴിയുള്ളൂ. അപ്പൊ ഈ ഒരു പേജ് നമ്മൾ ഫസ്റ്റ് യൂസർ നെയിം കൊടുത്ത് പാസ്വേഡ് കൊടുത്ത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്ന പേജ് സ്റ്റോക്ക് ട്രാൻസ്ഫറിന്റെ ഈ ഒരു പേജിലോട്ടാണ്. അപ്പൊ സ്റ്റോക്ക് ട്രാൻസ്ഫറിന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് പേജ് ഓപ്പൺ ആകുന്ന ബ്ലാങ്ക് പേജ് ആയിരിക്കും. അതിൽ ആഡ് ബട്ടൺ ഉണ്ട്, ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരെ ഈ ഒരു പേജിലോട്ടാണ്. അതിൽ റിക്വസ്റ്റഡ് ഡേറ്റ് വരും, അത് ഡിഫോൾട്ട് ആയിട്ട് കറണ്ട് ഡേറ്റ് ഏതാണ് അതാണ് വരിക. പിന്നെ നമുക്ക് സെലക്ട് മിനി എം സി എഫ്, ഏത് മിനി എം സി എഫ് ആണ് നമുക്ക് എടുക്കേണ്ടതെന്നുള്ളത്. ഇനി ഒരു മിനി എം സി എഫിന് ഒരു യൂസർ ആണെങ്കിൽ ആ ഒരു മിനി എം സി എഫ് മാത്രമായിരിക്കും ഇതിൽ വരിക. ഇനി ഒരു യൂസർ ഒന്നിൽ കൂടുതൽ മിനി എം സി എഫ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ എത്രണ്ണാണോ അത് എല്ലാത്തിൽ വന്നിട്ടുണ്ട് അതിൽ ഏത് മിനി എം സി എഫ് ആണെന്നുള്ളത് സെലക്ട് ചെയ്യുക. പിന്നെ എങ്ങോട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്, ഏത് എം സി എഫിലോട്ടാണ് മിനി എം സി എഫ് വേസ്റ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്നുള്ളത് ഇതിൽ കൊടുക്കുക. ഇപ്പോൾ ഒന്നിൽ കൂടുതൽ മിനി എം സി എഫുകൾ ഉണ്ടെങ്കിൽ അതിൽ ഏത് എം സി എഫിലോട്ടാണുള്ളത് കൊടുക്കുക. ട്രാൻസ്ഫർ സ്റ്റാറ്റസ് ബിഫോർ, അതായത് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുമ്പേ ഉള്ള മിനി എം സി എഫുകളുടെ സ്റ്റാറ്റസ് എന്താണ്, അതായത് ഓവർഫ്ലോ ആണോ, ഫുൾ ആണോ, പാർഷ്യലി ഫുൾ ആണോ, എം ടി ആണോ എന്നുള്ളത് കൊടുക്കുക. അതിന്റെ ഒരു ഫോട്ടോ എടുക്കുക. ആ ഫോട്ടോ എടുത്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ഫസ്റ്റ് ഒരു പ്രോസസ്സ് കഴിഞ്ഞു. അങ്ങനെ ട്രാൻസ്ഫർ സ്റ്റാറ്റസ് ബിഫോർ എന്നുള്ളത് നമ്മൾ കൊടുത്തു കഴിഞ്ഞു. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കാണിക്കുക ഈ ഒരു രീതിയിലാണ്. നമുക്ക് ഈ പി പി ടി ആയതുകൊണ്ടാണ് ഒരുപാട് പേജുകൾ കാണിക്കുന്നത്. നമുക്ക് ആ സേവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാണാൻ പറ്റുന്ന പേജ് ഇതായിരിക്കും. ഇതിൽ പെൻഡിങ് എന്നുള്ള ഇതിന്റെ താഴെയായിട്ട് നമുക്ക് ഇങ്ങനെ ID 187 മിനി എം സി എഫ് പറഞ്ഞിട്ട് ഈ ഒരു രീതിയിലായിരിക്കും ഏത് ഡേറ്റിലാണ് ട്രാൻസ്ഫർ സ്റ്റാറ്റസ് പെൻഡിങ് എന്നുള്ള രീതിയിൽ ഇങ്ങനെയായിരിക്കും നമുക്ക് കാണിക്കുക. അതായത് നമ്മളവിടെ ഫോട്ടോ എടുത്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു രീതിയിൽ കാണിക്കും. പിന്നെ നമുക്ക് ഇവിടെ കാണാൻ കംപ്ലീറ്റഡിലല്ല, പെൻഡിങ്ങിലാണ് ഇപ്പോൾ വന്ന് കിടക്കുന്നത്. അപ്പൊ നമുക്കിത് ഇനി കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, ഈ ഒരു ഇതിൽ ക്ലിക്ക് ചെയ്യാം. ആ പെൻഡിങ് ലിസ്റ്റിന് താഴെ വന്നിട്ട് ഏത് മിനി എം സി എഫിന്റെ ലിസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ ആ ലിസ്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വരുന്ന പേജ് എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലാണ്. അതായത് ഫോട്ടോ ബിഫോർ കഴിഞ്ഞിട്ടുള്ള കംപ്ലീറ്റ് ഡേറ്റിന്റെ ഈ ഒരു പേജ് ആണ് പിന്നെ ഓപ്പൺ ആവുക. ഇനി അതിന് മുന്നേ നമ്മൾ ഇന്ന് ട്രാൻസ്ഫർ എന്നുള്ളത് കൊടുക്കണില്ല, നാളെ വന്നിട്ടാണ് കൊടുക്കുന്നത് വിചാരിക്കുന്നത്. ജസ്റ്റ് അതിന്റെ പെൻഡിങ് ലിസ്റ്റിലാക്കിയിട്ട് നമ്മളത് വെച്ച് പോയിട്ടുണ്ട്. ഈ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ കൊടുത്തു, അതായത് ഓവർഫ്ലോ ആണ് അല്ലെങ്കിൽ പാർഷ്യലി ഫുൾ ആണ്, ഫോട്ടോ എടുത്തു, സേവ് ചെയ്തു. പക്ഷെ ഇന്ന് നമ്മൾ എന്താണ് ട്രാൻസ്ഫർ ചെയ്യുന്നില്ല, നാളെയാണ് ചെയ്യുന്നത്. അപ്പൊ നാളെ വരുമ്പോൾ നമുക്ക് എന്താണ് ആ മിനി എം സി എഫ് വീണ്ടും നിറഞ്ഞിട്ടുണ്ടെന്ന് വിചാരിക്കാം. ഇന്ന് ഉള്ളതല്ല, അതിൽ കൂടുതൽ വേസ്റ്റ് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ മിനി എം സി എഫ് ഫുൾ ആയിട്ടെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു പേജ് വരുന്നതിന് മുമ്പേ നമുക്ക് എന്ത് ചെയ്യാം, അപ്ഡേറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണിക്കും. അതായത് നമ്മളെ ബിഫോർ സ്റ്റാറ്റസിന്റെ താഴെയായിട്ട് അപ്ഡേറ്റ് എന്നൊരു ഓപ്ഷൻ കാണിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബിഫോർ സ്റ്റാറ്റസ് നില വീണ്ടും മാറ്റാൻ പറ്റും. നമ്മൾ പാർഷ്യലി ഫുൾ ആണ് ആദ്യം ബിഫോർ സ്റ്റാറ്റസ് കൊടുത്തിട്ടുള്ളതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫുൾ എന്ന് കൊടുക്കാം. എന്നിട്ട് അതിന്റെ ഒരു ഫോട്ടോ എടുത്തുകൊണ്ട് സേവ് കൊടുത്തു കഴിഞ്ഞാൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്റ്റാറ്റസ് ആണ് അതിലേക്ക് വരിക. ഇനി അത് ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ട്രാൻസ്ഫർ സ്റ്റാറ്റസ് ആഫ്റ്റർ എന്നുള്ളതുണ്ട്. ആ കംപ്ലീറ്റ് ഡേറ്റ് ഓട്ടോമാറ്റിക് ആയിട്ട് അന്ന് തന്നെ ചെയ്യുകയാണെങ്കിൽ ആ ഡേറ്റ് വരും. പിറ്റേ ദിവസം നമ്മൾ ചെയ്യണമെങ്കിൽ ആ ഡേറ്റ് ആണ് ഡിഫോൾട്ട് ആയിട്ട് വരിക. പിന്നെ അതിൽ വരുന്നത് ട്രാൻസ്ഫർ സ്റ്റാറ്റസ് ആഫ്റ്റർ, അതായത് ആ മിനി എം സി എഫുകളിൽ നിന്നും ബേസ് ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം സ്റ്റാറ്റസ് എന്താണെന്നുള്ളത്.
ആ മിനി എം സി എഫിൽ നിന്നും സ്റ്റോക്ക് ട്രാൻസ്ഫർ ചെയ്തതിനു ശേഷം എന്താണ് ആ മിനി എം സി എഫുകളുടെ സ്റ്റാറ്റസ് എന്നുള്ളത് അതിൽ നമുക്ക് കാണാം ഓവർഫ്ലോ, ഫുള്ള്, പാർഷ്യലി ഫുള്ള്, എം ടി. ആ ഒരു രീതിയിൽ തന്നെയാണ് അതിൽ ഓപ്ഷൻ വരിക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പൊ എം ടി ആണെങ്കിൽ എം ടി എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ ഒരു ഫുൾ ആയിരുന്നു, അതായത് ആ മിനി എം സി എഫ് ഫുൾ വേസ്റ്റ് ആയിരുന്നു, പക്ഷെ അത് നമ്മൾ പകുതിയെ കൊണ്ടുപോയിട്ടുള്ളൂ, അങ്ങനെയാണെങ്കിൽ എന്താ പാർഷ്യലി ഫുൾ, എന്താണോ ആഫ്റ്റർ സ്റ്റാറ്റസ് അതാണ് കൊടുക്കേണ്ടത്. അതിന്റെ ഒരു ഫോട്ടോ എടുക്കുക. ടേക്ക് ഫോട്ടോ പറഞ്ഞാൽ ആ ആഫ്റ്റർ സ്റ്റാറ്റസ്, നേരത്തെ ചെയ്തത് ബിഫോർ സ്റ്റാറ്റസ് കൊടുത്തു, അതിന്റെ ഫോട്ടോ എടുത്തു. പിന്നെ ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം ആഫ്റ്റർ സ്റ്റാറ്റസ് എന്താണെന്നുള്ളത് കൊടുക്കുക, അതിന്റെ ഫോട്ടോ എടുക്കുക, സേവ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. നമുക്ക് ഒരു മിനി എം സി എഫ് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പേജിലോട്ടാണ് വരിക, കംപ്ലീറ്റർ നിലയിലേക്ക് അത് മാറും. ഇത്രയേ ഉള്ളൂ നമുക്കൊരു മിനി എം സി എഫ് സ്റ്റോക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ. വളരെ സിമ്പിൾ ആണ് അത്. നമുക്ക് PPT ആയതുകൊണ്ടാണ് ഒരുപാടുള്ളത്. നമ്മൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ യൂസർ നെയിം അതുപോലെ പാസ്വേഡ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നേരെ സ്റ്റോക്ക് ട്രാൻസ്ഫർ എന്നുള്ളൊരു പേജിലോട്ട് വരും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഒരു ബ്ലാങ്ക് പേജാണ് ഓപ്പൺ ആക്കുക. അതിൽ ആഡ് ബട്ടൺ ഉണ്ട്. ആ ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പേജിലോട്ട് വരും. അത് റിക്വസ്റ്റ് ഡേറ്റ്, കറണ്ട് ഡേറ്റ് ഡിഫോൾട്ട് ആയിട്ട് വരും. അതിൽ ഏതാണ് മിനി എം സി എഫ് എന്നുള്ളത് സെലക്ട് ചെയ്യുക, ഏത് എം സി എഫിലോട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് സെലക്ട് ചെയ്യുക. ബിഫോർ സ്റ്റാറ്റസ്, ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുമ്പ് ആ മിനി എം സി എഫിന്റെ സ്റ്റാറ്റസ് എന്താണെന്നുള്ളത്, ഓഫ് ആണോ, ഫുൾ ആണോ, പാർഷ്യലി ഫുൾ ആണോ, എം ടി ആണോ എന്നുള്ള സ്റ്റാറ്റസുകൾ ഇതിൽ ഉണ്ടാകും. അത് സെലക്ട് ചെയ്യുക, അതിന്റെ ഫോട്ടോ എടുക്കുക, സേവ് കൊടുക്കുക. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വരുന്ന പേജ് ഇതായിരിക്കും. പെൻഡിങ് എന്നുള്ള ലിസ്റ്റിലായിരിക്കും അത് വന്ന് കിടക്കുന്നത്. നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ആ പെൻഡിങ് എന്നുള്ള സെലക്ട് ചെയ്യുക. ഇനി എന്തെങ്കിലും അപ്ഡേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് അപ്ഡേറ്റ് എന്നുള്ള ഓപ്ഷൻ കാണിക്കും. അപ്ഡേറ്റ് കൊടുത്തിട്ട് ബിഫോർ സ്റ്റാറ്റസ് വേണമെങ്കിൽ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. ഇല്ലെങ്കിൽ ആഫ്റ്റർ സ്റ്റാറ്റസ് എന്താണ് മുഴുവനായിട്ടും നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് എം ടി എന്നുള്ള സ്റ്റാറ്റസ് കൊടുക്കുക, അതിന്റെ ഫോട്ടോ എടുക്കുക, സേവ് ചെയ്യാം. ഈ ഒരു കാര്യം മാത്രമേ ഉള്ളൂ നമുക്ക് മിനി എം സി എഫ് സ്റ്റോക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ളത്. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഹലോ, മിനി എം സി എഫിന് എങ്ങനെ സ്റ്റോക്ക് ട്രാൻസ്ഫർ ചെയ്യാന്നുള്ള നിങ്ങൾ ഡൗട്ട് ഉണ്ടോ? ഹലോ, ഫോട്ടോ എടുക്കുന്ന കാര്യം ഒന്നുകൂടെ പറയോ? ഓക്കെ ഓക്കെ, നമുക്ക് ഈ ഒരു പേജ്, നമുക്ക് സ്റ്റോക്ക് ട്രാൻസ്ഫർ എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ, സ്റ്റോക്ക് ട്രാൻസ്ഫർ എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ആഡ് ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വരിക സെലക്ട് മിനി എം സി എഫ്. ഏതാണോ മിനി എം സി എഫ് എന്നുള്ളത് സെലക്ട് ചെയ്യുക, ട്രാൻസ്ഫർ ഏത് എം സി എഫിലോട്ടാണെന്നുള്ള കൊടുക്കുക. പിന്നെ ട്രാൻസ്ഫർ സ്റ്റാറ്റസ് ബിഫോർ എന്തായിരുന്നു ട്രാൻസ്ഫർ സ്റ്റാറ്റസ്, അത് ഓവർഫ്ലോ ആയിരുന്നോ, ഫുൾ ആയിരുന്നോ, പാർഷ്യലി ഫുൾ ആണോ, എം ടി ആണോ എന്നുള്ളത് കൊടുക്കുക, മിനി എം സി എഫ്. എന്നിട്ട് ട്രാൻസ്ഫർ ഫോട്ടോ ബിഫോർ സ്റ്റോക്ക് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് നമ്മൾ സ്റ്റോക്ക് അതിന് മാറ്റുന്നതിന് മുമ്പേ ഉള്ള ഫോട്ടോ, അതായത് വേസ്റ്റ് ഏത് രീതിയിലാണോ കിടക്കുന്നത് ആ ഫോട്ടോ ആണ് കിട്ടേണ്ടത്. അതാണ് ഫോട്ടോ ബിഫോർ സ്റ്റോക്ക് ട്രാൻസ്ഫർ അറിയുന്നത്. നിലവിൽ നമ്മൾ ചെല്ലുമ്പോൾ മിനി എം സി എഫിൽ എത്രത്തോളം വേസ്റ്റ് ഉണ്ട് അതിന്റെ ഫോട്ടോ ആണ് നമ്മൾ ഈ ഫോട്ടോ ബിഫോർ സ്റ്റോക്ക് ട്രാൻസ്ഫറിൽ ആഡ് ചെയ്യേണ്ടത്. അതേപോലെ ഫോട്ടോ ആഫ്റ്റർ ട്രാൻസ്ഫർ എന്നുള്ളത് ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷമുള്ള ഫോട്ടോ. അപ്പോൾ മുഴുവനായിട്ട് നമ്മൾ ആ മിനി എം സി എഫിൽ നിന്നും മാറ്റിയിട്ടുണ്ടെങ്കിൽ അത് എം ടി ആയിരിക്കും. അപ്പോൾ എം ടി ആയിട്ട് കിടക്കുന്ന മിനി എം സി എഫിന്റെ ഫോട്ടോ ആണ് കൊടുക്കേണ്ടത്. ഇനി ഫുൾ ആയിട്ടുള്ള ഒരു എം സി എഫ് നമ്മൾ പകുതി മാത്രമേ മാറ്റിയിട്ടുള്ളെങ്കിൽ പാർഷ്യലി ഫുൾ എന്നുള്ള ഫോട്ടോ ആണ് ആഫ്റ്റർ സ്റ്റോക്ക് ട്രാൻസ്ഫർ എന്നുള്ളതിൽ കൊടുക്കേണ്ടത്. ഓക്കെ ആണോ സാർ? ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു. ലൈബ്രറി ഓക്കെ, വേറെ നിങ്ങൾ ഡൗട്ടുകളുണ്ടോ? റെക്കോർഡ് റൂമാ ലൈബ്രറി എല്ലാവർക്കും ഓക്കെ ആണോ? ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. പിന്നെ നമുക്കുള്ളത്, നമ്മൾ ഈ ആപ്ലിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ വെബ് പോർട്ടലിൽ എങ്ങനെ ഇതിന്റെ റിപ്പോർട്ട് കാണാം എന്നുള്ളതാണ്. അത് ആപ്ലിക്കേഷൻ ലെവലിൽ മിനി എം സി എഫിന്റെ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ മിനി എം സി എഫിന്റെ സ്റ്റോക്ക് ട്രാൻസ്ഫർ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അത് ആപ്ലിക്കേഷനിൽ എങ്ങനെ കാണും എന്നുള്ളതാണ്. നമുക്ക് ജസ്റ്റ് ഇതുപോലെ തന്നെ നമ്മൾ വെബ് പോർട്ടൽ അഡ്മിൻ പേജ്, പഞ്ചായത്തിന്റെ അഡ്മിൻ പേജ് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹോം പേജാണ് വരിക. അതിലെന്ത് ചെയ്യുക, സൈഡ് ബാർ, അതായത് ബർഗർ ബാറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ മിനി എം സി എഫ് RRF എന്നുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതിൽ മിനി എം സി എഫ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ സ്റ്റോക്ക് ട്രാൻസ്ഫർ എന്നുള്ളൊരു ഓപ്ഷൻ കാണിക്കും. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പേജ് ഓപ്പൺ ആവും.
ഒരു പേജിൽ നമുക്ക് വേണമെങ്കിൽ ഒരുപാട് മിനി എംസിഎഫുകൾ ഉള്ള ഒരു പഞ്ച് ബിഫോർ സ്റ്റാറ്റസ് ആഫ്റ്റർ സ്റ്റാറ്റസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സെർച്ച് ചെയ്തെടുക്കാം. ഇല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ മൊബൈൽ ആപ്ലിക്കേഷൻ വഴി ചെയ്തൊരു ഡീറ്റെയിൽസ് നമുക്ക് ഇങ്ങനെ കാണാൻ കഴിയും. ഏതാണോ ജില്ല, ഏതാണോ പഞ്ചായത്ത്, LSJ വാർഡ്, ആ രീതിയിൽ പോയിട്ട് ട്രാൻസ്ഫർ ടു എങ്ങോട്ടാണ് ട്രാൻസ്ഫർ ചെയ്തത് നമ്മൾ അതിൽ ആ കൊടുത്ത അതേ ക്വസ്റ്റ്യൻസ് നമുക്ക് ഇതിൽ കാണാൻ കഴിയും. ബിഫോർ ലിഫ്റ്റിംഗ് വേസ്റ്റ് എങ്ങനെയായിരുന്നു അതിന്റെ സ്റ്റാറ്റസ് എന്നുള്ളതാണ്. ഇതിലിപ്പോൾ പാർഷ്യലി ഫുൾ എന്ന കൊടുത്തിട്ടില്ല, അതിന്റെ ഫോട്ടോ അത് വ്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു രീതിയിലാണ് ബിഫോർ സ്റ്റാറ്റസിന്റെ ഫോട്ടോ നമുക്ക് ഈ ഒരു രീതിയിൽ കാണാൻ കഴിയും. ഈ ഒരു ഫുൾ ഫോട്ടോ ആയിട്ട് നമ്മൾ കൊടുത്ത് ഫോട്ടോ നമുക്ക് കാണാൻ കഴിയും. പിന്നെ ബാക്കി എന്നാണോ റിക്വസ്റ്റ് ഡേറ്റ് കൊടുത്തത്, ലിഫ്റ്റ് റിക്വസ്റ്റ് ടൈം, പിന്നെ ആഫ്റ്റർ സ്റ്റാറ്റസിൽ ഇതുപോലെ തന്നെ വ്യൂ കൊടുക്കാം. ആ ഒരു ഫോട്ടോ ഈ രീതിയിലാണ് കാണിക്കുക. അത് വേസ്റ്റ് ലിസ്റ്റ് ചെയ്തതിന് ശേഷമല്ല, ഇത് ബിഫോർ അറിയുന്ന വേസ്റ്റ് ലിസ്റ്റ് ചെയ്യുന്നതിന് മുമ്പേ ഉള്ള മിനി MCFന്റെ ഫോട്ടോ, ഇത് ലിഫ്റ്റ് ചെയ്തതിന് ശേഷമുള്ള മിനി MCFന്റെ ഫോട്ടോ. അതാണ് ബിഫോർ ആഫ്റ്റർ എന്നുള്ളത് നമ്മൾ ഫോട്ടോ ഉൾപ്പെടുത്തേണ്ടത്. ഈ ഒരു കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, റിപ്പോർട്ടായിട്ട് വെബ് പോർട്ടലിൽ കാണാൻ കഴിയും. നമ്മൾ ഈ ഇടവണ്ണന്റെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം മലപ്പുറം ജില്ലയിൽ നമ്മൾ പൈലറ്റായിട്ട് ആദ്യം ചെയ്തിട്ടുള്ളത് ഇടവണ്ണണ്ടാണ്. അതുകൊണ്ടാണ് ഇടവണ്ണന്റെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ മിനി MCF എന്നുള്ളത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റോക്ക് ട്രാൻസ്ഫർ എന്നുള്ളത് കാണിക്കും. അതിൽ കണ്ടില്ലേ, അതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, ഡീറ്റെയിൽസ് കാണാൻ കഴിയും. വ്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാറ്റസ് എന്തായിരുന്നു എന്നുള്ള മിനി MCFന്റെ കാണാൻ കഴിയും. എങ്ങനെയാന്നുള്ളത് ഇതാണ് നമുക്ക് വെബ് പോർട്ടലിൽ അപ്ലിക്കേഷൻ ലെവലിൽ ചെയ്തതിന്റെ റിപ്പോർട്ട്സ് കിട്ടുക. ജസ്റ്റ് നമ്മൾ പൈലറ്റ് ആയിട്ട് ചെയ്തു വെച്ചതാണ്. നമുക്ക് വെബ് പോർട്ടലിൽ ഇതിന്റെ അപ്ലിക്കേഷൻ ലെവലിൽ ചെയ്തത് നമുക്ക് റിപ്പോർട്ട്സ് ആയിട്ട് കാണാൻ പറ്റുക. ഫോട്ടോ കാണാം, ഡേറ്റ് കാണാം, റിക്വസ്റ്റ് എത്ര ഇത് കൊടുത്തു എന്നുള്ളതെല്ലാം ഏത് മിനി MCFിൽ നിന്ന് ഏത് MCFിലോട്ടാണ് കൊടുത്തതെന്നുള്ള നമുക്ക് റിപ്പോർട്ട്സ് ആയിട്ട് കാണാൻ പറ്റും. പിന്നെ വരുന്നതാണ് വെബ് പോർട്ടൽ മാനേജ്മെന്റ് മൊഡ്യൂൾ 4. നമുക്ക് മാനേജ്മെന്റ് മൊഡ്യൂൾ 1, 2, 3 3 മാനേജ്മെന്റ് മൊഡ്യൂൾ ആദ്യം നമുക്ക് അതിലുണ്ട്. മാനേജ്മെന്റ് മൊഡ്യൂൾ 1, 2, 3 എന്ന് പറയുന്നത് ഹരിത കർമ്മസേന ഫീൽഡ് ലെവലിൽ പോകലിൽ വരുന്ന പെൻഡിങ് ആണ്. ഇപ്പോൾ മാനേജ്മെന്റ് മൊഡ്യൂൾ 1 എന്ന് പറയുന്നത് അപ് ടു 30 days, അതായത് 30 ദിവസമായിട്ടും ഹരിതകർമ്മസേന പോവാത്ത വീടുകൾ, ഒരു മാസം കഴിഞ്ഞു പിന്നെ അവർ പോവാത്ത വീടുകളുടെ ലിസ്റ്റാണ് മാനേജ്മെന്റ് മൊഡ്യൂൾ 1 വരിക. മാനേജ്മെന്റ് മൊഡ്യൂൾ 2 എന്ന് പറയുന്നത് അപ് ടു 45 days, അതായത് 1.5 മാസമായിട്ടും ഹരിതകർമ്മസേന എത്താത്ത വീടുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ. മാനേജ്മെന്റ് മൊഡ്യൂൾ 3 എന്ന് പറയുന്നത് അപ് ടു 60 days, 2 മാസമായിട്ടും ഹരിതകർമ്മസേന വീടുകളിൽ കളക്ഷന് ഡോർ ടു ഡോർ കളക്ഷൻ എത്താത്ത വീടുകൾ ഏതാന്നുള്ളതാണ്. ഇതെല്ലാം നമുക്ക് മാനേജ്മെന്റ് മൊഡ്യൂൾ 1 തന്നെ വരും. ഈ 2, 3 മാനേജ്മെന്റ് 2, 3 വരുന്ന എല്ലാ ലിസ്റ്റും നമുക്ക് മാനേജ്മെന്റ് മൊഡ്യൂൾ 1 തന്നെ വരും. കാരണം 30 ദിവസത്തിന് മുകളിലെല്ലാം നമുക്ക് എന്താണ് മാനേജ്മെന്റ് മൊഡ്യൂൾ 1 തന്നെ കാണാൻ കഴിയും. ഇപ്പൊ മാനേജ്മെന്റ് മൊഡ്യൂൾ 1 കുറിച്ചാണ് പറഞ്ഞത്. മാനേജ്മെന്റ് മൊഡ്യൂൾ 1 പറഞ്ഞപ്പോൾ ഒരു വാർഡിൽ 500 എൻറോൾമെന്റ് നമ്മൾ ചെയ്തിട്ടുണ്ട്, അതായത് സർവേ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. അതിലിപ്പോൾ 400 വീടുകളെ നമ്മൾ വേസ്റ്റ് എടുക്കണുള്ളൂ. അതായത് സബ്സ്ക്രിപ്ഷൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് നമ്മൾ വേസ്റ്റ് എടുക്കുന്ന വീടുകളിൽ നമ്മൾ കൊടുക്കാറുള്ളൂ. അപ്പൊ 400 വീടുകളെ വേസ്റ്റ് എടുക്കുന്നുള്ളൂ. അതിൽ ഈ ഒരു മന്ത് അവർ 380 വീടുകളെ കവർ ചെയ്തതുള്ളൂ. ബാക്കി 20 ആ മന്ത് കഴിഞ്ഞാൽ പെൻഡിങ് ആയിട്ട് കാണിക്കും. കാരണം ആ 400 സബ്സ്ക്രിപ്ഷൻ ചെയ്തതിനനുസരിച്ചുള്ള നമുക്ക് സർവീസ് കവറേജ് വരിക. എൻറോൾമെന്റിനനുസരിച്ചല്ല, സബ്സ്ക്രിപ്ഷൻ ചെയ്തതനുസരിച്ചാണ് സർവീസ് കവറേജും നമുക്ക് വരുന്നത്. അപ്പൊ 400 സബ്സ്ക്രിപ്ഷൻ ചെയ്തത് 400 വീടുകളിൽ നിന്ന് അല്ലെങ്കിൽ സ്ഥാപനങ്ങളിൽ നിന്ന് വേസ്റ്റ് എടുക്കുന്നുണ്ടെങ്കിൽ അതിൽ 380 മാത്രം അവർ ഈ മന്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളതെങ്കിൽ അതിൽ 20 പെൻഡിങ് ആയിട്ട് കാണിക്കും. അതാണ് മാനേജ്മെന്റ് മൊഡ്യൂൾ 1, 2, 3 പറയുന്നത്. ഹരിതകർമ്മസേന പോയിട്ടില്ലെങ്കിൽ വരുന്ന പെൻഡിങ് ആണ്. മാനേജ്മെന്റ് മൊഡ്യൂൾ 4 നമുക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു രീതിയിലാണ് കാണിക്കുക. അതായത് ടോട്ടൽ നമ്പർ ഓഫ് മിനി MCF, എത്ര മിനി MCFകൾ ഉണ്ട്, അതിൽ ഫംഗ്ഷനിൽ എത്രയാണ്, പിന്നെ മിനി MCF വേസ്റ്റ് മൂവ്മെന്റ് മോർ ദാൻ 7 days, അതായത് 7 ദിവസം കഴിഞ്ഞിട്ടും വേസ്റ്റ് ട്രാൻസ്ഫർ ചെയ്യാത്ത മിനി MCFകൾ എത്ര ഉണ്ട്. പിന്നെ നമ്മൾ വേസ്റ്റ് ലിഫ്റ്റ് ചെയ്തതിന്റെ സ്റ്റാറ്റസ് ആണ്. ബിഫോർ ലിഫ്റ്റിംഗ് മിനി MCF സ്റ്റാറ്റസ്, ഓവർഫ്ലോ എത്ര ഉണ്ടായിരുന്നു, പാർഷ്യലി ഫുൾ എത്ര ഉണ്ടായിരുന്നു, ഫുള്ള് എത്ര ഉണ്ടായിരുന്നു, എത്ര ഉണ്ടായിരുന്നു. പിന്നെ വരുന്നത് ആഫ്റ്റർ ലിഫ്റ്റിംഗ് മിനി MCF സ്റ്റാറ്റസ് ആണ്. അത് ഓവർഫ്ലോ എന്നുള്ളത് 0 ആയി, പാർഷ്യലി എന്നുള്ളത് 0 ആയി, ഫുള്ള് 0 ആയി.
മാനേജ്മെന്റ് മൊഡ്യൂളിൽ കാണാൻ കഴിയും. ഇങ്ങനൊക്കെ എന്തെങ്കിലുമൊക്കെയാണ് പറ്റുള്ളൂ. ഇങ്ങനെ എന്തെങ്കിലും അപ്പൊ നമ്മൾ ചെയ്തൊരു പഞ്ചായത്തിന്റെ മാത്രമാണ് മാനേജ്മെന്റ് മൊഡ്യൂൾ നമുക്ക് എന്താണ് ഈ ഒരു രീതിയിലൊക്കെയാണ്. അവിടെ ഇപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് മിനിമം സേവ് 5 ഫംഗ്ഷനലി മോർ ദാൻ 7 days 3 ബാക്കി എന്താണ് ഈ ഒരു ഇത് മാത്രമേ നമുക്ക് ഇതിൽ കാണാൻ കഴിയുള്ളൂ. പിന്നെ അതിന്റെ എക്സ്പ്ലനേഷൻ എങ്ങനെ വരുന്ന വെച്ചാൽ ഇത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് എടുക്കാം. അതായത് ടോട്ടൽ നമ്പർ ഓഫ് മിനിമം സേഫ് ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു രീതിയിൽ കാണാൻ കഴിയും. ഇപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് മിനിമം സേഫ് 22 ഫംഗ്ഷനിൽ 22 സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ 22 മിനിമം സേഫ് ഉണ്ടെങ്കിൽ ആ 22 മിനിമം സേഫിന്റെ ഡീറ്റെയിൽസ് നമുക്ക് ഇതിൽ കാണാൻ കഴിയും. നോൺ ഫംഗ്ഷനിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഈ നോൺ ഫംഗ്ഷനിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ താഴെ ഉണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു മിനിമം സേഫ് ഉണ്ടെങ്കിൽ അത് നമുക്ക് കാണാൻ കഴിയില്ലെങ്കിൽ ഇതുപോലെ നോ മാച്ചിങ് ഫൗണ്ട് റെക്കോർഡറിനെ കാണിക്കുക. പിന്നെ വരുന്നത് ഈ ഒരു ലിസ്റ്റിനാണ്. മിനി MCF ടു MCF വേസ്റ്റ് മൂവ്മെന്റ് മോർ ദാൻ 7 days 7 ദിവസം കഴിഞ്ഞിട്ടും MCFിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാത്ത മിനി MCFകൾ അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പേജാണ് ഓപ്പൺ ആവുക. നമ്മളെ സർവീസ് പെൻഡിങ് അതായത് മാനേജ്മെന്റ് മൊഡ്യൂൾ 1, 2, 3 ചെയ്യുന്നത് പോലെ തന്നെയാണ് അതിൽ നമ്മൾ എന്താണ് കാൾ സ്റ്റാറ്റസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെയാണ് മിനി MCFിൻ്റെ വരുന്നത്. അത് നമുക്ക് ഇവിടെ മാർക്ക് കാൾ സ്റ്റാറ്റസ് നമുക്ക് എന്താ എഡിറ്റ് കൊടുക്കാം. അതിൽ കാൾ സ്റ്റാറ്റസ് എന്താണ് ഇതിന് ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥര് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ ആർക്കാണോ മിനി MCFിന്റെ ചുമതല കൊടുത്തിട്ടുള്ള ഏതാണ് യൂസർ അവരെ കോണ്ടാക്ട് ചെയ്തിട്ട് എന്താണ് അത് മാറ്റാത്ത അതായത് അവിടുന്ന് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് എന്താണ് എന്തുകൊണ്ട് ചെയ്തില്ല എന്നുള്ള കാൾ ഫീഡ്ബാക്ക് ആണ് നമുക്ക് കിട്ടേണ്ടത്. അത് കൊടുക്കുക. ഇനി എന്തെങ്കിലും റിമാർക്സ് ഉണ്ടെങ്കിൽ അത് കൊടുത്ത് സേവ് കൊടുത്ത് കഴിഞ്ഞ് നമുക്ക് അത് റിപ്പോർട്ടായിട്ട് കാൾ സ്റ്റാറ്റസ് നമ്മൾ റിപ്പോർട്ട് കൊടുക്കും. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് അത് എങ്ങനെ പരിഹരിക്കുക എന്നുള്ളതാണ്. ഇതാണ് നമുക്ക് മാനേജ്മെന്റ് മൊഡ്യൂൾ 4 ചെയ്യുള്ളത്. മാനേജ്മെന്റ് മൊഡ്യൂൾ 1, 2, 3 ചെയ്യണ പോലെ ഇപ്പൊ എല്ലാ പഞ്ചായത്തിലും നമ്മൾ സർവേ കംപ്ലീറ്റ് ആയ എല്ലാ പഞ്ചായത്തിലും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് മാനേജ്മെന്റ് മൊഡ്യൂൾ 1, 2, 3. അതായത് ഹരിതകർമ്മസേന എന്തുകൊണ്ട് അവരെ കോണ്ടാക്ട് ചെയ്തിട്ട് എന്തുകൊണ്ട് ഈ വീടുകൾ കംപ്ലീറ്റ് ആയിട്ടില്ല, എന്താണ് അവരെ പ്രശ്നം എന്നുള്ളത് നമ്മൾ സാധാരണ കൊടുക്കാണ്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ഹരിതകർമ്മസേനയ്ക്കുള്ള പ്രശ്നങ്ങൾ നമ്മൾ അതിൽ കാണാറുണ്ട്. അവർ ചിലപ്പോൾ പറയും ഫോൺ വർക്കിംഗ് അല്ല, അല്ലെങ്കിൽ ഈ മാസം എത്തിയിട്ടുള്ള സെഗ്രിഗേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ എന്തെങ്കിലും കാൾ ഫീഡ്ബാക്കും റിമാർക്സും ആയിട്ട് കൊടുക്കാറ്. അതുപോലെ തന്നെയാണ് മാനേജ്മെന്റ് മൊഡ്യൂൾ 4 7 ദിവസം കഴിഞ്ഞിട്ടും എന്തുകൊണ്ട് ആ മിനി MCFകളിൽ നിന്നും MCFിലോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടില്ല, അതെന്ത് ചെയ്യുക മാർക്ക് കാൾ സ്റ്റാറ്റസ് പോയിട്ട് അവരെ കോണ്ടാക്ട് ചെയ്തിട്ട് എന്താണ് അവിടുത്തെ ഫീഡ്ബാക്ക്, എന്താണ് അതിന്റെ റിമാർക്സ് എന്നുള്ളത് ചെയ്യലാണ് നമുക്ക് മാനേജ്മെന്റ് മൊഡ്യൂൾ 4 വരുന്നത്. ഇതൊക്കെയാണോ? നമ്മൾ റിപ്പോർട്ട് എടുക്കുന്നതും അതേപോലെ പോർട്ടലിലെ മാനേജ്മെന്റ് മൊഡ്യൂൾ 4 ഇപ്പൊ പറഞ്ഞത് ഓക്കെയാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ ആണോ എല്ലാവർക്കും? ഓക്കെ ആണോ അതോ ഇനി ഒന്നും കൂടി പറയണോ? ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യൂ. ഹലോ, എല്ലാരും ഉറങ്ങിയേക്കണ്, നിങ്ങൾ പറഞ്ഞോളി. അല്ല ഇവിടെ പറഞ്ഞോളാം. ഈ പറഞ്ഞ യൂസർ ക്രിയേഷന്, മൊബൈൽ ആപ്ലിക്കേഷനിൽ അതിന്റെ യൂസിങ്, അതുപോലെ വെബ് പോർട്ടലിൽ റിപ്പോർട്ട് എടുക്കല്, മാനേജ്മെന്റ് മൊഡ്യൂൾ 4 ഇത്രയും കാര്യമാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കഴിഞ്ഞാൽ, അതല്ല വേറെ എന്തെങ്കിലും ഡൗട്ട് ആണെങ്കിൽ അതും ചോദിക്കട്ടോ. വെബ് പോർട്ടലിലോ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ലെവലിലോ വേറെ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അതും ചോദിക്കാം.
ആർക്കും ഡൗട്ടുകളൊന്നും ഇല്ലേ? ഓക്കെ ആണെങ്കിൽ അതൊന്ന് പറയാം കേട്ടോ. ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അത് ചോദിക്കുക. ഓക്കെ ആണെങ്കിൽ അത് പറയാം. റിപ്പോർട്ട് എടുക്കുന്ന മാനേജ്മെന്റ് മൊഡ്യൂൾ 4 ഓക്കെ അല്ലേ? മങ്കട പഞ്ചായത്തിൽ നിന്നാണ്. ആ നമുക്ക് ഈ ഹരിതമിത്രം മാപ്പ് ചെയ്യുന്ന സംബന്ധിച്ച് നമുക്ക് ഐക്യമിന്ന് അല്ല കെൽട്രോൺ മുഖാന്തരം നമുക്ക് സ്റ്റിക്കർ വീടുകൾ പതിപ്പിക്കാനുള്ള സ്റ്റിക്കറുകൾ എത്തിയിട്ടില്ല. റിക്വസ്റ്റ് കൊടുത്തിരുന്നു. റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ആ ഒരു അവസ്ഥയിലാണ് ഓക്കെ ഇപ്പോൾ ഓക്കെ ഉള്ളത്. പിന്നെ നമുക്ക് ഇതിൽ ഹരിതമിത്രം മാപ്പ് ഉപയോഗിക്കാൻ അന്ന് പിന്നെ മിനി MCFകൾ സർവേ ചെയ്യാൻ വേണ്ടി ഒരു ടെമ്പററി ആയിട്ട് ഒരു യൂസർ നെയിം പാസ്വേഡ് തന്നിരുന്നു. അപ്പൊ അത് ഉപയോഗിച്ചിട്ട് തന്നെയാണോ നമ്മൾ ഇപ്പോഴും ഇത് ചെയ്യേണ്ടത്? അതെ അതെ, അത് നമുക്ക് ഈ MCF അതുപോലെ മിനി MCF സർവേ ചെയ്യാനുള്ള യൂസർ നെയിമുകളായിരുന്നു. ഇപ്പൊ മങ്കടയാണെങ്കിൽ മങ്കട സർവേ എന്നുള്ള രീതിയിലായിരുന്നു നമുക്ക് ആ യൂസർ നെയിം ക്രിയേറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത്. അതെ അതെ, അത് നമുക്ക് മാപ്പിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, സർവേ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൽ പിന്നെ നമുക്ക് ഓരോ മിനി MCF ഒന്നും നേരത്തെ പറഞ്ഞ പോലെ യൂസർ ക്രിയേറ്റ് ചെയ്യണം. യൂസർ ക്രിയേറ്റ് ചെയ്യാനുള്ള യൂസർ നെയിം പാസ്വേഡ് ഇത് തന്നെ ആവും? ഇത് തന്നെ ആവും. യൂസർ ക്രിയേറ്റ് ചെയ്യാൻ നമ്മള് മങ്കടന്റെ അഡ്മിൻ പേജിൽ നമുക്ക് പഞ്ചായത്തിന്റെ അഡ്മിൻ ലോഗിനിൽ പോയിട്ട് നമ്മൾ യൂസർ ക്രിയേറ്റ് ചെയ്യലാണ്. അഡ്മിൻ പേജിലേക്കുള്ള യൂസർ നെയിം പാസ്വേഡും ഇത് തന്നെയാണോ? അല്ല, അഡ്മിൻ പേജിന്റെ ആണെങ്കിൽ മങ്കട _admin ആയിരിക്കും. പഞ്ചായത്തിന്റെ അഡ്മിൻ പേജ് അറിയുന്നത് പഞ്ചായത്തിന്റെ പേര് മങ്കട _admin 126 പാസ്വേഡ്. അത് നമുക്ക് അഡ്മിൻ പേജ് ഉള്ളത് നമ്മളവിടെ സ്റ്റാഫ് പറഞ്ഞു തന്നിട്ടുണ്ടായില്ല. അല്ല, നമുക്ക് ഈ സ്റ്റിക്കർ ഇത് എത്തിയതിനു ശേഷം വീടുകളിൽ പതിപ്പിക്കുന്ന സമയം മുതൽ നമുക്ക് ബാക്കി ചെയ്യാന്നാ പറഞ്ഞത്. ഞാൻ ഇലക്ഷൻ ഡ്യൂട്ടി ആയതുകൊണ്ട് ആ പീരീഡിലാണ് അദ്ദേഹം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഞാൻ സ്റ്റാഫിനെ കോൺടാക്ട് ചെയ്ത് പറയാം കേട്ടോ. മങ്കടന്റെ അഡ്മിൻ ലോഗിൻ ഇതാണ്. മങ്കട _admin എന്നുള്ളതാണ് മങ്കടന്റെ അഡ്മിൻ ലോഗിൻ വരുന്നത്. പാസ്വേഡ് 126. 126 അതിലാണ് നമ്മൾ യൂസറെ ക്രിയേറ്റ് ചെയ്താൽ മതി. യൂസർ ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് ആ മിനി MCFൽ അത് യൂസ് ചെയ്യാൻ പറ്റുക. ഇതിന് മുന്നേ തന്നിട്ടുണ്ടായിരുന്നു നമുക്ക് സർവേ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് മാത്രമായിരുന്നു. ഇനി വേറെ നിങ്ങൾ ഡൗട്ട് ഉണ്ടോ? എല്ലാവർക്കും ഓക്കെ ആണോ? അതോ ഡൗട്ടുകൾ ഉണ്ടോ? ഹലോ, കേൾക്കുന്നുണ്ട് സാറേ? കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. സാറേ, നമ്മളെ പോയക്കാടി ഗ്രാമപഞ്ചായത്താണ്. നമ്മളിവിടെ നിലവിലേ പിന്നെ വെബിലുള്ള ഡാറ്റയും പിന്നെ മൊബൈൽ ആപ്പിലുള്ള ഡാറ്റയും തമ്മിൽ വ്യത്യാസമുണ്ട് എന്ന് സംശയം തോന്നി. അപ്പോൾ അങ്ങനെ ഒരു ഫീൽഡിൽ നിന്ന് കിട്ടി. അതായത് ഇവരെ മൊബൈലിൽ ഫീൽഡിൽ പോണ ആള് ഫോണിൽ 550 രൂപയാണെങ്കിൽ വെബ് പ്രകാരം ചില സമയങ്ങളിൽ 500 രൂപ വന്നിട്ടുള്ളൂ. ചില വാർഡുകളിൽ കൂടുതലും കാണിക്കുന്നുണ്ട്. പക്ഷെ പിന്നെ തൊട്ടടുത്ത ദിവസം അത് ശരിയാവുന്നുണ്ട്. അത് വേറെ, നമുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുമ്പോൾ അതിൽ പെട്ടെന്ന് അപ്ഡേഷൻ വരും. ഒരു ഫീൽഡിൽ നിൽക്കുന്ന സമയത്ത് തന്നെ അത് നമുക്ക് വെബിലോട്ട് എത്താൻ കുറച്ച് സമയം എടുക്കണതാണ്. അല്ലെങ്കിൽ അവരെ ഫോണിൽ നമുക്ക് സിങ്ക് ഡാറ്റ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അല്ല സാറേ, ചെയ്ത് അതായത് നമ്മളിങ്ങനെ പ്രശ്നം വന്ന സമയത്ത് ഇപ്പൊ നമ്മൾ നിലവിൽ പിന്നെ ഫോളോ ചെയ്യുന്ന ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ അവര് എല്ലാ ദിവസവും വൈകുന്നേരം അവരെ ഫീൽഡ് കളക്ഷൻ നടത്തി കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരം ഒരു 4 മണി 5 മണി സമയത്തിനുള്ളിൽ എപ്പോഴാണ് അവളെ കളക്ഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത് അതിനുശേഷം എല്ലാ ഡാറ്റയും സിങ്ക് ചെയ്ത് പോർട്ട് ചെയ്തിട്ട് ഈ ഫ്രണ്ടിലെ
മെനു, അതായത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യണമെന്നാ പറയുന്നത്. അങ്ങനെ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്യുന്ന സമയത്ത് ഈ എമൗണ്ടിൽ വ്യത്യാസം കാണിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ അങ്ങനെ ഒരു മന്തിൽ നോക്കുന്ന സമയത്ത് എമൗണ്ടിൽ വ്യത്യാസം കാണുന്ന സമയത്ത് നമുക്ക് എങ്ങനെയാണ് ഇത് മനസ്സിലാവുന്നത്, എവിടുന്നാണ് ഈ വ്യത്യാസം എന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. അവന്റെ സ്പോട്ടിൽ തന്നെ വെബിൽ ജസ്റ്റ് ഒരു ദിവസം വൈകുന്നേരമെങ്കിലും വെബിലും കറക്റ്റ് ആയിട്ട് വന്നാലുള്ളൂ നമുക്കത് 100% ഉറപ്പിക്കാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ട് നമുക്ക് നിലവിൽ ഇപ്പൊ വെബ് നമുക്ക് 10 മിനിറ്റ് കഴിഞ്ഞാൽ ലോഡ് ആവും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ പക്ഷെ അവരെ ഇല്ല പിൻ സാറേ, ചെയ്ത് കഴിഞ്ഞാൽ 10 മിനിറ്റ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് വെബിലോട്ട് ലോഡ് ഇല്ല, ആവും അത്. അതങ്ങനെ വരുന്നില്ല. അതാ ഞാൻ പറഞ്ഞത്. ഒരു ദിവസം കഴിഞ്ഞിട്ടൊക്കെ ചില സമയങ്ങളിൽ വരാറുള്ളത്. അപ്പോൾ നമുക്ക് അവര് പറയും, അവരിപ്പോ പറയും 550 രൂപ കിട്ടിയെന്ന് പറയും. പക്ഷെ നമ്മൾ വെബിൽ പിന്നെ 600 രൂപ ഉണ്ടാവും. അപ്പൊ നമ്മൾ 600 രൂപ കിട്ടിയെന്ന് റിപ്പോർട്ട് പറയും. അങ്ങനത്തെ എമൗണ്ടിലുള്ള വ്യത്യാസം പല സമയങ്ങളിലും കാണിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് എന്താണ് ഇഷ്യൂ എന്ന് പോയിന്റ് ഔട്ട് ചെയ്തിട്ട് നമുക്ക് പറയാൻ കഴിയില്ല. അതായത് അവരെ കയ്യിലുള്ള ഷോർട്ടാണോ അതിൽ ടെക്നിക്കൽ എറർ ആണോ എന്നുള്ള കാര്യത്തിൽ ഒരു കൺഫ്യൂഷൻ നിലനിൽക്കുന്നുണ്ട്. അപ്പൊ സാറേ എന്തായാലും ചെക്ക് ചെയ്തിട്ട് ഞാൻ സ്റ്റേറ്റ് ടീമിനെ ഒന്ന് അറിയിക്കാതെ എന്താന്നുള്ളത്. അതായത് വൈകുന്നേരം ഈ പ്രിന്റ് ഔട്ട് എടുക്കുന്ന ആൾവാട് പ്രിന്റ് ഔട്ട് എടുക്കുന്ന സമയത്ത് ടുഡേ കളക്ഷൻ, അതായത് സെയിമിൽ ഈ എല്ലാവരെയും മൊബൈൽ ആപ്പിൽ വരുന്ന അതേ എമൗണ്ട് തന്നെ വെബിൽ വന്നു കഴിഞ്ഞാലുള്ളൂ നമുക്കത്. ചില സമയങ്ങളിൽ വരുന്നുണ്ട്, ചില സമയങ്ങളിൽ വരുന്നില്ല. അപ്പൊ അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. ഓക്കെ അതാണ്. സാറേ, ചെക്ക് ചെയ്തിട്ട് പറയാം. സ്റ്റേറ്റ് ടീമിനെ അതൊന്ന് അറിയിക്കാം. ഇനി വേറെ എന്തെങ്കിലും? വിനീതേട്ടാ, ഇതുപോലെ വേറെ എന്തെങ്കിലും ഡൗട്ട് ആരെങ്കിലും ഉണ്ടോ? ഇന്നിപ്പോ ചെയ്തതിനെ കുറിച്ച് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിട്ടുള്ളതെ കുറിച്ച്? വേറെ എന്തെങ്കിലും മാർഗം ഉണ്ടോ? വേറെ എന്തെങ്കിലും കിട്ടോ?